നാക്ക് പിഴച്ചവൾ നരകത്തിലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആ പെണ്ണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചതായിരുന്നില്ല ആ പെണ്ണിൻ്റെ പ്രശ്നം. ആ പെണ്ണിൻ്റെ പ്രശ്നം ഖുറാഫാത്ത് ചെയ്തതായിരുന്നില്ല. ആ പെണ്ണ് മുബത്തദി ആയിരുന്നില്ല, മുശ്രിക്കായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കുറിച്ചാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ചെറിയെങ്കിലും ഒരു ധാരണയുണ്ട്, തൗഹീദ് ശരിയായാൽ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാതിരുന്നാൽ, നേർച്ചയും മൗലിദും കഴിക്കാതിരുന്നാൽ ബാക്കിയൊക്കെ ശരിയായി എന്ന ഒരു തോന്നൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ഉണ്ട്. അവർ നാവെടുത്ത് പ്രയോഗിക്കുമ്പോൾ ഈ സൂക്ഷ്മതയെല്ലാം, തൗഹീദിൻ്റെ സൂക്ഷ്മതയെല്ലാം നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കുറച്ച് ആളുകളിലെങ്കിലും നമുക്കിത് കാണാൻ സാധിക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നന്നാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുശ്രിക്കിനോടല്ല, മുബ്തദിയിനോടല്ല, മുനാഫിക്കിനോടല്ല, അതുപോലെ തന്നെ ഖുറാഫാത്ത് നടത്തുന്ന ഖുറാഫിയോടല്ല, മറിച്ച് ഒന്നാന്തരം സത്യവിശ്വാസികളോടാണ്, മുവഹിദിനോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഭാവം നന്നാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.